ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുഹൃദയം വിചിന്തനം നമുക്ക് തുടരാം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ വിരൂപമാക്കാൻ ശക്തിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. അതാണ് അത്യാഗ്രഹം, ഗ്രീഡ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയാൽ നമ്മുടെ ഹൃദയം വിരൂപമാകും എന്നുള്ളത് ദൈവവചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് നമ്മെ സഹായിക്കുന്ന ഒരു വചനഭാഗം ആദ്യമായിട്ട് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി കാണുന്നത് അത്യാഗ്രഹം നമ്മെ വഴിതെറ്റിക്കും എന്ന യാഥാർത്ഥ്യമാണ്. അത്യാഗ്രഹത്തിന് നമ്മെ വിട്ടുകൊടുത്താൽ അത് നമ്മെ വഴിതെറ്റിക്കും. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് 2 പത്രോസ് 2-ാം അധ്യായം 10 മുതലുള്ള വചനഭാഗം. 2 പത്രോസ് 2-ന്റെ 10-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിപ്പെട്ടവരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കാരണം അത്യാഗ്രഹം പൂണ്ടു കഴിഞ്ഞപ്പോൾ മ്ലേച്ഛമായ അഭിലാഷങ്ങളുടെ അടിമത്വത്തിലേക്ക് അവർ വഴുതി വീണു. 2-ാം അധ്യായം 12-ാമത്തെ വചനം എടുത്താൽ, ഈ 10 കഴിഞ്ഞ് 12-ാമത്തെ വചനം എടുക്കുമ്പോൾ സഹജവാസനയാൽ നയിക്കപ്പെടുന്ന ചില വ്യക്തികളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം ഹൃദയത്തിൽ അത്യാഗ്രഹം കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ്. സഹജവാസനയാൽ നമുക്കറിയാം, വേണമെങ്കിൽ നമുക്ക് ദൈവമക്കളെ പോലെ ജീവിക്കാം. ശരീരം മാത്രമല്ല, എനിക്കൊരാത്മാവുണ്ട് എന്നുള്ള ആ ഒരു അവബോധത്തോടെ നമുക്ക് ജീവിക്കാം. വേണമെങ്കിൽ നമുക്ക് മൃഗതുല്യം ജീവിക്കാം. വേണമെങ്കിൽ നമുക്ക് മൃഗങ്ങളെക്കാളും അധപതിച്ച അവസ്ഥയിലും ജീവിക്കണമെങ്കിൽ ജീവിക്കാൻ പറ്റും. ഇതെല്ലാമാണ് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുക. 2:12 നമ്മൾ കാണുന്നു സഹജവാസനയാൽ നയിക്കപ്പെടുന്ന മൃഗതുല്യം ജീവിക്കുന്ന ചില വ്യക്തികളെക്കുറിച്ച്. 14-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും നമ്മൾ കാണുകയാണ് വ്യഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്ത കണ്ണുകളുമുള്ളവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ് അത്യാഗ്രഹത്തിൽ തഴക്കം നേടിയ ഒരു ഹൃദയമാണ് അവർക്കുള്ളത്. അങ്ങനെ ഒരു ഹൃദയമല്ല ദൈവമക്കൾക്കുണ്ടാകേണ്ടത്. വിശുദ്ധമായ ഒരു ഹൃദയം, ദൈവത്തിന് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന ഒരു ഹൃദയം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അത്യാഗ്രഹത്തിൽ തഴക്കം നേടിയ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് അവർ മാറിയിരിക്കുന്നു. ഇനി അവരെക്കുറിച്ച് അവസാനമായിട്ട് വചനഭാഗം പറയുന്നൊരു കാര്യമുണ്ട്. അവർ ശാപത്തിൻ്റെ സന്തതികളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകണം. ദൈവത്തിൻ്റെ മക്കൾ ശാപത്തിൻ്റെ സന്തതികളായി മാറരുത്. അതിന് അത്യാഗ്രഹത്തിന് നമ്മളെ വിട്ടുകൊടുക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാഗ്രഹം അപകടം ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ്. ഒരു വാഹനാപകടമോ അല്ലെങ്കിൽ ഒരു രോഗം വരുന്നതോ അതുമാത്രമല്ല. നമ്മൾ കാണുന്നുണ്ട് യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം 14-15 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ദുർമോഹം, അത്യാഗ്രഹം ഗർഭം ധരിച്ചാൽ അത് പാപത്തെ പ്രസവിക്കും. പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ മരണം സംഭവിക്കും. പറയുണ്ട് അത്യാഗ്രഹം പൂണ്ട ഒരു ഹൃദയമാണ് നമ്മുടെ ഹൃദയമെങ്കിൽ അത് നമ്മെ മരണത്തിലേക്ക് പോലും നയിക്കാൻ ശക്തിയുള്ളതാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സഭാപ്രസംഗൻ 5-ാം അധ്യായം 10-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് ഒരിക്കലും തൃപ്തി വരത്തില്ല എന്ന് പറഞ്ഞ പോലെ അത്യാഗ്രഹം പൂണ്ട ഹൃദയമുള്ള വ്യക്തിക്ക് എത്രമാത്രം കിട്ടിയാലും സംതൃപ്തി ഉണ്ടാകണമെന്നില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കുന്നവർക്ക് ദൈവഭക്തി വലിയ നേട്ടമാണ് എന്ന് 1 തീമോത്തി 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതിന് നല്ല ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അവസാനമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, സംതൃപ്തി നമുക്കുണ്ടാകണമെങ്കിൽ ഹൃദയം വളരണം എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാനൊരിക്കൽ ഒരു ചെറിയ മാടക്കട പോലെ വെച്ച് ഉപജീവനം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇറച്ചി മീനൊക്കെ മേടിക്കാനുള്ള ഒരു അവസ്ഥയില്ലെങ്കിൽ പോലും ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്.
ഭക്ഷണം അതിൻ്റെ ഐറ്റം എന്താണെങ്കിലും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വർത്തമാനവും ചിരിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. മാടക്കടക്കാരൻ്റെ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ 5 സ്റ്റാർ ഹോട്ടൽ ഉടമ, ഇഷ്ടംപോലെ പണം സമ്പാദിക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഈ ഒരു സംതൃപ്തി, ഈ ഒരു സന്തോഷം ചിലപ്പോൾ നമ്മൾ കണ്ടെത്തിയെന്ന് വരില്ല. കാരണം ഹൃദയം വളരണം, മനസ്സ് വളരണം, മനോഭാവം വളരണം. അപ്പോഴാണ് ഉള്ളത് കൊണ്ട് തൃപ്തരായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും അത്യാഗ്രഹം തുടച്ചു മാറ്റി ദൈവസാന്നിധ്യമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനായി നമുക്ക് തിരുഹൃദയ പ്രതിഷ്ഠയിലേക്ക് പ്രവേശിക്കാം. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് അനീതി സഹിക്കുന്നവർക്ക് വേണ്ടി, അവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാനും ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് അവർക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നല്ല ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങേപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.